We shall now discuss about collisions. ഇപ്പോൾ രണ്ട് മൂവിങ് ഒബ്ജക്ട്സ് പരസ്പരം സ്ട്രൈക്ക് ചെയ്യുക അല്ലെങ്കിൽ രണ്ടും അടുത്തേക്ക് വന്നിട്ട് രണ്ടിൻ്റെ മോഷനും അഫക്റ്റഡ് ആവുന്നു. ദ മോഷൻ ഓഫ് ബോത്ത് ഓഫ് ദം ചേഞ്ചസ് അബ്രപ്റ്റ്ലി. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ക്വിക്ക്ലി, പെട്ടെന്ന് രണ്ടിൻ്റെയും മോഷൻ അഫക്റ്റഡ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ കൊലീഷൻ ഈസ് സെറ്റ് ടു ഹാവ് ടേക്കൺ പ്ലേസ്. അപ്പോൾ ഇഫ് ടു ഒബ്ജക്ട്സ് ഇൻ മോഷൻ സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, രണ്ടും ഫിസിക്കലി കോണ്ടാക്റ്റിൽ വരാം, ഓർ കം ഇൻ ക്ലോസ് കോണ്ടാക്ട് ടു ഈച്ച് അതർ, അത് തമ്മിൽ പരസ്പരം മുട്ടാതെ തന്നെ ഒന്ന് മറ്റൊന്നിൻ്റെ ഫീൽഡിലേക്ക് വരുമ്പോൾ തന്നെ അത് റിപ്പൽഡ് ആയിട്ട് പോകുന്നു. ദ മോഷൻ ഓഫ് വൺ ഓഫ് ദം ഓർ ബോത്ത് ഓഫ് ദം, ഏതിൻ്റെങ്കിലും ചിലപ്പോൾ ഒന്ന് മാത്രമായിരിക്കും അഫക്റ്റഡ് ആവുന്നത്, ചിലപ്പോൾ രണ്ടിൻ്റെ മോഷനിലും ചേഞ്ച് വരും, അതിൻ്റെ ഡയറക്ഷനും സ്പീഡും ഒക്കെ മാറിപ്പോവും. ചേഞ്ചസ് അബ്രപ്റ്റ്ലി, ദെൻ വി സേ ദാറ്റ് എ കൊലീഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. അപ്പോൾ ഈ കൊലീഷനിൽ ഇൻവോൾവ് ആവുന്ന ഫോഴ്സസ് വളരെ വലുതാവണം എന്നില്ല, ബട്ട് ദേ മേ ബി ലാർജ്, ബട്ട് ഇറ്റ് വിൽ ആക്ട് ഓൺലി ഫോർ എ വെരി സ്മോൾ ടൈം. ഇപ്പോൾ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ നമുക്കറിയാം ക്യാരം കോയിൻസ് കൊളൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റോഡ് ആക്സിഡൻറ്റിൽ ഓട്ടോമൊബൈൽസ് തമ്മിൽ അവിടെ കൊലീഷൻ നടക്കുന്നു, അവിടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. അതേസമയം ചാർജ്ഡ് ബോഡീസ് ആണെങ്കിൽ ഒന്നിൻ്റെ ഫീൽഡിലേക്ക്, ഇലക്ട്രിക് ഫീൽഡിലേക്ക് മറ്റേത് വരുമ്പോൾ തന്നെ ആ റിപ്പൽഷൻ കാരണം അത് മാറിപ്പോകുന്നു അല്ലേ, അതിൻ്റെ മോഷൻ മാറുന്നു. അപ്പോൾ അവിടെയും കൊലീഷൻ നടക്കുന്നുണ്ട്, ബട്ട് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. നൗ ദർ ആർ ടു ടൈപ്സ് ഓഫ് കൊലീഷൻ. ഫസ്റ്റ് വൺ ഈസ് എലാസ്റ്റിക് കൊലീഷൻ and the second one is inelastic collision. അപ്പോൾ എലാസ്റ്റിക് കൊലീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ബോത്ത് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ആർ കൺസേർഡ്. മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർഡ്. ഈ മൊമെൻറ്റം അതുപോലെ ടോട്ടൽ എനർജി, ഇത് എല്ലാ പ്രോസസ്സിലും, പ്രകൃതിയിലുള്ള എല്ലാ പ്രോസസ്സിലും മൊമെൻറ്റം കൺസർവേഷനും ഒബെയ്ഡ് ആണ്, എനർജി ടോട്ടൽ എനർജി കൺസർവേഷനും ഒബെയ്ഡ് ആണ്. പക്ഷേ എലാസ്റ്റിക് കൊലീഷനിൽ മൊമെൻറ്റം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ പ്രോസസ്സിലും മൊമെൻറ്റം ആൻഡ് ടോട്ടൽ എനർജി ആർ കൺസേർഡ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? കൈനറ്റിക് എനർജി ഈസ് കൺസേർഡ് ഇൻ എലാസ്റ്റിക് കൊലീഷൻ. അപ്പോൾ ഈ എലാസ്റ്റിക് കൊലീഷൻ എന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊലീഷൻ നമുക്ക് എലാസ്റ്റിക് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് സ്റ്റീൽ ബോൾസ് ഓർ ഗ്ലാസ് ബോൾസ് തമ്മിലുള്ള കൊലീഷൻസ് ഓൾമോസ്റ്റ് അങ്ങനെ പെർഫെക്റ്റ്ലി അല്ലെങ്കിലും നിയർലി എലാസ്റ്റിക് ആണ്. ഇനി എലാസ്റ്റിക് കൊലീഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിരിക്കും. അടുത്തത് ഇൻഎലാസ്റ്റിക് കൊലീഷൻ. ഇൻഎലാസ്റ്റിക് കൊലീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർഡ്, ഓൺലി മൊമെൻറ്റം ഈസ് കൺസേർഡ്. ഇവിടെ മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർഡ്. അപ്പോൾ ഇതിൽ ഓർമ്മ വയ്ക്കേണ്ടത് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവുന്ന കൊലീഷൻ എലാസ്റ്റിക് കൊലീഷൻ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവാത്തത് ഇൻഎലാസ്റ്റിക് കൊലീഷൻ. അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന എല്ലാ കൊലീഷൻസും ഇൻഎലാസ്റ്റിക് കൊലീഷൻ ആണ്. Momentum and total energy are conserved in all collisions. Now we are going to discuss about elastic collision in one dimension. അപ്പോൾ നമ്മുടെ ടോപ്പിക് എലാസ്റ്റിക് കൊലീഷൻ ഇൻ വൺ ഡയമെൻഷൻ, ഒരു ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമുള്ള എലാസ്റ്റിക് കൊലീഷൻ. സോ വി ഹാവ് ടു ബോഡീസ് എ ആൻഡ് ബി. എ ഈസ് ഹാവിംഗ് മാസ് m1. It is moving with a velocity u1. എയുടെ വെലോസിറ്റി u1. ബി എന്ന് പറയുന്നതിൻ്റെ മാസ് m2 ആണ്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u2 ആണ്. ഈ രണ്ട് ബോഡീസും കൂടി കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് എയും ബിയും കൂടി കൂട്ടിമുട്ടി. ഈ കൊലീഷന് ശേഷം എ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v1. ആഫ്റ്റർ കൊലീഷനുള്ള വെലോസിറ്റിയാണ് v1. ഇനി ബി ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v2. ഇവിടെ ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈനിലാണ് വരയ്ക്കുന്നത്. നമ്മളൊരു പ്രാക്ടിക്കൽ കേസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഡിസ്കസിങ് ആൻ ഐഡിയൽ കേസ് ഓഫ് വൺ ഡയമെൻഷൻ. എല്ലാം സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ നൗ വി ഷാൽ സീ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ velocity after collision, relative velocity after collision and the relative velocity before collision. അപ്പോൾ by the law of conservation of momentum, the total momentum after collision, ടോട്ടൽ മൊമെൻറ്റം പറയുന്നത് മാസിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ ബോഡിൻ്റെ m1 v1
plus m2 v2 is the total momentum after collision. It is equal to the total momentum before collision. അപ്പോൾ അതെന്താണ് m1 u1 plus m2 u2. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, m1 v1 plus m2 v2 equal to m1 u1 plus m2 u2. ഇനി കൊലീഷൻ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആയതുകൊണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊലീഷൻ, അതായത് ഹാഫ് m1 v1 സ്ക്വയർ, ആഫ്റ്റർ ആയതുകൊണ്ട് v ആണ് വെലോസിറ്റി അല്ലേ. ഇനി രണ്ടാമത്തെ ബോർഡിൻ്റെ ഹാഫ് m2 v2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊലീഷൻ, അതായത് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m1 u2 സ്ക്വയർ. അത് ഇക്വേഷൻ 2. Now from equation 1 we can write 1 ഉള്ള ടേംസിനെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതായത് m1 v1 ഈ മൈനസ് m1 u1 1 ഉള്ളതിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ m2 u2 മറ്റേ സൈഡിലുണ്ട്. അപ്പോൾ m2 v2നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആയി, മൈനസ് m2 v2. ഇനി ഇത് രണ്ടിലും കോമൺ ആയിട്ട് m1 ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് m1 ഇൻറ്റു v1 മൈനസ് u1 ഈക്വൽ ടു m2 ഇൻറ്റു u2 മൈനസ് v2. ദിസ് ഇസ് ഇക്വേഷൻ 3. ഇനി ഇതേപോലെ നമുക്ക് കൈനറ്റിക് എനർജിയിലും 1 ഉള്ള ടേംസ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം, 2 ഉള്ളതിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഹാഫ് m1 v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m2 v2 സ്ക്വയർ ഇവിടെ u2 ആണ് അല്ലേ, u2 സ്ക്വയർ ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. ഇതിനെ നമ്മൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ആവും, അപ്പോൾ v2 സ്ക്വയർ. ഇനി ഇതിൽ നമ്മളൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ അതിന് നമുക്ക് v1 പ്ലസ് u1 ഇൻറ്റു v1 മൈനസ് u1 ഈക്വൽ ടു ഹാഫ് m2 ഇൻറ്റു ഇതെങ്ങനെ എഴുതാം, u2 പ്ലസ് v2 ഇൻറ്റു u2 മൈനസ് v2. ദിസ് ഇസ് ഇക്വേഷൻ 4. ഇത് ഇങ്ങനെ എഴുതി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളത് വെച്ചിട്ട് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. നൗ വി ആർ ഡിവൈഡിങ് ഇക്വേഷൻ 4 ബൈ ഇക്വേഷൻ 3. ഇക്വേഷൻ 4 എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഇക്വേഷൻ എഴുതിയത് അല്ലേ, ഇതാണ് ഇക്വേഷൻ 4. ഇതിനെ ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് രണ്ട് സൈഡിലും ഹാഫ് ഉള്ളത് ക്യാൻസൽ ചെയ്യാം അല്ലേ, ഈ രണ്ട് സൈഡിലും ഹാഫ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നോക്കുക, 4ൽ m1 ഉണ്ട്, ഇതിലും 3ലും m1, അത് രണ്ടും ഡിവൈഡ് ചെയ്ത് പോകും. v1 മൈനസ് u1 v1 മൈനസ് u1 ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ, v1 പ്ലസ് u1 ഈക്വൽ ടു മറ്റേ സൈഡ് നോക്കൂ, ഇവിടെ m2 ഇക്വേഷൻ 3ൽ m2 ഉണ്ട്, m2 ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. പിന്നെ u2 മൈനസ് v2 ഉണ്ട്, മറ്റെവിടെയും 3ലും u2 മൈനസ് v2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ, u2 പ്ലസ് v2. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ v1 ഈ v2നെ ഈ സൈഡിലേക്ക് എടുത്താൽ v1 മൈനസ് v2 ഈക്വൽ ടു u1 എന്നുള്ളതിനെ മറ്റേ സൈഡിലേക്ക് എടുക്കാം. സോ ഇറ്റ് ബിക്കംസ് മൈനസ് u1, v1 മൈനസ് v2 ഈക്വൽ ടു u2 മൈനസ് u1. ഇതിനെ തന്നെ ഒന്ന് സ്ലൈറ്റ് ആയിട്ട് റീഅറേഞ്ച് ചെയ്യാണ്. v1 മൈനസ് v2 ഈക്വൽ ടു ഈ നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്തു, അപ്പോൾ മൈനസ് ഓഫ് u1 മൈനസ് u2. ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നോക്കിയാൽ ഇത് തന്നെ കിട്ടും, മൈനസ് u1 എന്ന് കിട്ടും, ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് u2 എന്ന് കിട്ടും. അപ്പോൾ ഇത് എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ v1 മൈനസ് v2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊലീഷൻ. u1 മൈനസ് u2 എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊലീഷൻ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ന്യൂമറിക്കലി ഈക്വൽ ആണ്, അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ വൺ ഡയമെൻഷണൽ എലാസ്റ്റിക് കൊലീഷൻ ആണ് നടക്കുന്നതെങ്കിൽ ദ റിലേറ്റീവ്
ഇത് ഈ ഒരു ഐഡിയൽ കേസാണ്. എലാസ്റ്റിക് കൊലീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഐഡിയൽ കേസാണ്. പ്രാക്ടിക്കലി നമുക്ക് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. സോ ദ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊലീഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊലീഷൻ ഇൻ ആൻ എലാസ്റ്റിക് വൺ ഡയമെൻഷണൽ കൊലീഷൻ. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് മൊമെൻറ്റം കൺസർവേഷൻ, മൊമെൻറ്റം ആഫ്റ്റർ കൊലീഷൻ ഈക്വൽ ടു ബിഫോർ കൊലീഷൻ. അതേപോലെ എലാസ്റ്റിക് ആയതുകൊണ്ട് കൈനറ്റിക് എനർജി ആഫ്റ്റർ ഈക്വൽ ടു കൈനറ്റിക് എനർജി ബിഫോർ. എന്നിട്ട് 1 ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, 2 മറ്റേ സൈഡിലേക്ക് എഴുതി. പിന്നെ കൈനറ്റിക് എനർജിൻ്റെയിലും ഇതേപോലെ ഹാഫ് m1a² - b² അല്ലേ, ആ വിധത്തിൽ എഴുതി. എന്നിട്ട് a+b × a-b എന്നുള്ളതിൽ ആക്കിയിട്ട് പിന്നെ 4/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? v1 + u1 = u2 + v2. അതിനെ ഒന്ന് മാറ്റി എഴുതുമ്പോഴാണ് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തുന്നത്.